ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ISROയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇവിടെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് ഭാരതീയ അന്തരീക്ഷ അനുസന്ധാൻ സംഘാടൻ, അങ്ങനെ ആയിരിക്കും ഹിന്ദിയിൽ. അപ്പം ISROയുടെ വേക്കൻസിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ തന്നിട്ടുണ്ട്. ഇവയുടെ ഹിന്ദിയിൽ ഇവരുടെ ഈ നോട്ടിഫിക്കേഷൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, 10+ ITA, എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ഈ 3 ഇത് യോഗ്യതയുള്ളവർക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ അതെന്തൊക്കെയാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വയസ്സ് എത്രയായിരിക്കണം, അല്ലെങ്കിൽ പരീക്ഷ ഫീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എത്ര വേക്കൻസികൾ എത്രയുണ്ട്, ഏതെല്ലാം പോസ്റ്റിലാണ് അപേക്ഷിക്കുന്നുണ്ടത്, ഈ സർക്കുലർ, ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് തരാം. ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നോക്കണം. അപ്പം ഇവിടെ എൻഗേജിങ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ട്രേഡ് അപ്രന്റീസ് ഫോർ ദ ഇയർ 2025 ട്രേഡ് അപ്രന്റീസിന് വേണ്ടിയിട്ടാണ്. അപ്രന്റീസിന്റെ ആണ്, അല്ലാതെ എംപ്ലോയി അല്ല. ഇത് 1 വർഷത്തെ കാലാവധിയാണിത്. ഇവിടെ പറയുന്നു ISRO ടെലിമെന്ററി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ബാംഗ്ലൂര് അണ്ടർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. നിങ്ങൾ ഈ അവിടെ ബാംഗ്ലൂരിലാണ് ഇതിന്റെ കാര്യങ്ങൾ. നമുക്ക് 3 സ്ഥലങ്ങളുണ്ട്. ബാംഗ്ലൂരുണ്ട്, ലക്നോ ഉണ്ട്, വിജയപുരം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണം. അതിനുള്ള ഇമെയിൽ ID ഒക്കെ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് വെറുതെ, നിങ്ങൾക്ക് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, ഇവർ പറയുന്ന ഡോക്യുമെന്റ്സ് CV നിങ്ങൾ ഇമെയിലായിട്ട് അവർക്ക് അയച്ചാൽ മതി. അപ്പം അതനുസരിച്ച് നിങ്ങളെ കാൾ ചെയ്യും. ഒരുപാട് പേരൊന്നും ഇതിന് അപേക്ഷിക്കത്തില്ല. നിങ്ങൾ ഇത് അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുവാനും അപ്രന്റീസായിട്ട് ജോലി 1 വർഷത്തേക്ക് ഒരു ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇതിന് അപേക്ഷിക്കാവുള്ളൂ. അതുകൂടാതെ ഇത് ബാംഗ്ലൂർ, നമുക്ക് പറ്റിയ ഒരു മലയാളികൾക്ക് പറ്റിയ ഒരു സെന്റർ എന്ന് പറയുന്നത് ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ ബാംഗ്ലൂരായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇന്റർവ്യൂ അവിടെ ആയിരിക്കും. ഈ എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആ ഇന്റർവ്യൂവിലാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം 1 വർഷത്തെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും, അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ISROയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഇവിടെ വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിസിപ്ലിനാണ്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനാണ്. അപ്പം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് അലീഡ് ബ്രാഞ്ചസ് മേലെ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ ഇതുണ്ടെങ്കിൽ ബാംഗ്ലൂരാണ് വേക്കൻസി. 14 വേക്കൻസി ഉണ്ട്. ലക്നോവിൽ 1 ഉള്ളൂ. ഇത് 2 വരുന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് BE BTech ഉണ്ടായിരിക്കണം. BE BTech എടുത്തവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അത് കണക്ക് തന്നെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇതിനും BE BTech ആണ്. ഇതിന്റെ ഒരു അപ്രന്റീസ്ഷിപ്പിന്റെ ഒരു മന്ത്ലി സാലറി നിങ്ങൾക്ക് കിട്ടുന്ന 9,000 ആയിരിക്കും. 9,000 കൺസോളിഡേറ്റഡ് ആയിരിക്കും ഇത്. അത് കണക്ക് തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇതിന് എല്ലാ ബാംഗ്ലൂരിലാണ് വേക്കൻസി മൊത്തം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂരിനടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ISRO ബാംഗ്ലൂരിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ, ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അപ്രന്റീസ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ വേക്കൻസി വന്നപ്പോൾ അത് എൻ്റെ കണ്ണിൽപ്പെട്ടപ്പോൾ അത് നിങ്ങളെ അറിയിക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക. നിങ്ങളുടെ ചോയ്സ് ആണത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുണ്ട്, അതും ബാംഗ്ലൂരിൽ 4 വേക്കൻസി ഉണ്ട്. ആറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് ബാംഗ്ലൂരിൽ തന്നെയാണ് 2 വേക്കൻസി ഉണ്ട്. ലൈബ്രറി സയൻസ് ബാംഗ്ലൂരാണ് 1 വേക്കൻസി. ഇതിന് 9,000 രൂപയാണ്. ഇതിന് ഗ്രാജുവേറ്റ് ആണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമയുടെ, അതാണ് ഇത് ഡിപ്ലോമ. നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ്, ഇത് ഡിപ്ലോമയുടെ വേക്കൻസിയാണ് വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിപ്ലോമ അപ്രന്റീസ്. അപ്പം ആദ്യത്തേത് ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് BTechന്റെ ആണ്.
അത് കഴിയുമ്പോഴത്തേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗാണ് പറയുന്നത്. അപ്പോൾ ആ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എഞ്ചിനീയറിംഗിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ബാംഗ്ലൂർ 2 പോസ്റ്റുണ്ട്. അത് കണക്കിന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് ബാംഗ്ലൂരിൽ 1 പോസ്റ്റാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാംഗ്ലൂരിൽ 6 പോസ്റ്റുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ബാംഗ്ലൂർ 1 പോസ്റ്റുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ 1 പോസ്റ്റുണ്ട്. ഇത് ഡിപ്ലോമയുടെയാണ്. കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലുണ്ട്. കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ബാംഗ്ലൂർ 5 പോസ്റ്റ് ഉണ്ട്. ഇതിന് 8000 രൂപ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് നോക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക. ഇലക്ട്രോണിക്സിന്റെ ബാംഗ്ലൂരിൽ 4. ഇത് ITIയുടെയാണ്. ട്രേഡ് ITI എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ITIക്കാർക്ക് 10 പാസ്സായിട്ട് പത്തും ITIയും പാസ്സായിട്ടുള്ളവർക്ക് ബാംഗ്ലൂർ 4 പോസ്റ്റ് ഉണ്ട്. ഇലക്ട്രോണിക് മെക്കാനിസ്റ്റിന്റെ ബാംഗ്ലൂർ 1 പോസ്റ്റ് ഉണ്ട്. ഫിൽറ്ററിന്റെ ബാംഗ്ലൂർ 1 പോസ്റ്റ് ഉണ്ട്. വെൽഡറിന്റെ ബാംഗ്ലൂർ 1 പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ ആപ്ലിക്കേഷൻ വിൽ ബി സ്ക്രൂട്ടനൈസ്ഡ്, screened, and candidate will be called for document verification interview, and panel will be based on the academic score in degree, diploma level, and performance of the candidate in interview. The induction of അതായത് നിങ്ങൾ അവിടെ നിങ്ങളുടെ ഈ അയക്കുന്ന നിങ്ങളുടെ CV-യും നിങ്ങളുടെ ഡോക്യുമെന്റ്സും നോക്കിയിട്ട് അവരുടെ ആ ഒരു കാറ്റഗറി ആയിട്ട് എലിജിബിൾ ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് ആകുകയാണെങ്കിൽ നിങ്ങളെ അവർ വിളിക്കും. അപ്പം ബാംഗ്ലൂരിൽ നമുക്ക് ബാംഗ്ലൂരിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ താഴെയുണ്ട്. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നമ്മളെ വിളിക്കും. അവിടെ ചെന്ന് നമ്മുടെ ഇന്റർവ്യൂവും നമ്മുടെ ആ ഒരു ഒറിജിനൽ ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ നമ്മുടെ ഒരു ആ പെർഫോമൻസും ഇന്റർവ്യൂവിലുള്ള പെർഫോമൻസും അനുസരിച്ചായിരിക്കും നമ്മുടെ അവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. The candidate advised forward copy of the following documents. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇമെയിൽ ID ചെയ്താൽ മതി. നിങ്ങൾ എങ്ങും ആപ്ലിക്കേഷനായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. The candidate are advised to forward copy of the following document in PDF ഫോർമാറ്റിൽ നിങ്ങൾ ഇമെയിൽ ID തന്നിട്ടുണ്ട്. ആ ഇമെയിൽ IDയിൽ അയക്കണം. ഇമെയിൽ ID ഇവിടെ തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എവർ മെൻഷൻഡ് അപ്രന്റീസ്ഷിപ്പ് കാറ്റഗറി ത്രൂ ഇമെയിൽ മെൻഷൻഡ് ബിലോ ഓർ ബിഫോർ. ഇത് 21-ാം തീയതി ഏപ്രിൽ 21-ാം തീയതിക്ക് മുന്നായിട്ട് നിങ്ങൾ ഇമെയിൽ IDയിൽ അയക്കണം. ഇമെയിൽ ID താഴെ തന്നിട്ടുണ്ട്. അപ്പം ഇമെയിൽ ID ഇതാണ്. നമ്മുടെ നിങ്ങൾ ബാംഗ്ലൂർ സെന്റർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടെ ബാംഗ്ലൂരിന്റെ ഇമെയിൽ ID തന്നിട്ടുണ്ട്. അല്ല ലക്നോ ആണെങ്കിൽ ലക്നോവിന്റെ തന്നിട്ടുണ്ട്. ഇനി വിജയപുരം ഉണ്ട്. വിജയപുരം എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്തിൽ വരുന്നതെന്ന് തോന്നുന്നു. ഈസ്റ്റേൺ റീജനാ അവരുടെ അനുസരിച്ച്. അപ്പൊ ഈസ്റ്റേൺ റീജന്റെ ആണെങ്കിൽ ആ വിജയപുരത്തിന്റെ അതനുസരിച്ച് ചെയ്യണം. ഇനി ഇവിടെ ഇത് നിങ്ങൾ ഏതെല്ലാം കോപ്പികൾ അറ്റാച്ച് ചെയ്ത് മെയിൽ അയക്കണമെന്നുണ്ട്. നിങ്ങളുടെ CV വേണം. ആ കൂട്ടത്തിൽ തന്നെ SSLCയുടെ വേണം, പിന്നെ PDCയുടെ വേണം, ഡിഗ്രിയുടെ ഡിപ്ലോമയുടെ വേണം, ITIയുടെ വേണം. അതിന്റെ ആ പോസ്റ്റ് നിങ്ങൾ ഏത് പോസ്റ്റിനെ അനുസരിച്ച് അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിന്റെ അനുസരിച്ച് നിങ്ങൾ അപേക്ഷിക്കണം. ഇവിടെ തന്നിട്ടുണ്ട് apprenticeship training. The website for applying apprenticeship training is nat.education.gov.in. ഇതിനകത്ത് അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യണ്ട. നിങ്ങൾ ഇതിനകത്ത് ഇമെയിൽ ID ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ സൗത്ത് നമ്മൾ ബാംഗ്ലൂരിൽ അയക്കേണ്ട ഈ ഒരു ഇമെയിൽ ID നിങ്ങൾ അയച്ചാൽ മതി. വേറെ ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് ഇതിനകത്ത് ഇത് ഇവിടെ പറയുന്നത് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. നമുക്ക് ബാംഗ്ലൂർ പ്ലോട്ട് 12-13 3 മെയിൻ സെക്കൻഡ് ഫേസ് ഫാർമസി ഇൻഡസ്ട്രിയൽ മെയ് 2021 ഇത്. അതായത് ഇവിടെ ISTRAC ബാംഗ്ലൂർ ISROയുടെ അവിടെ അഡ്രസ് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരുകാർക്ക് അവിടെ എത്തുവാനുള്ള ഏതാണ് സ്ഥലമെന്നുള്ള പർട്ടിക്കുലർ അവിടെ നിങ്ങളുടെ അഡ്രസ് തന്ന് മെയ് 2021 നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നടക്കുന്നത് 9 മണിക്കായിരിക്കും, രാവിലെ 9 മണിക്കായിരിക്കും. അതാ ഇവിടെ തന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്രന്റീസ് ആയിട്ട് ISROയിൽ വർക്ക് ചെയ്യുവാനുള്ള നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നിങ്ങൾ അപ്രന്റീസ് കംപ്ലീറ്റ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കും അത്ര അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.